സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ശക്തമാക്കി ബീഹാർ സർക്കാർ. ഇതിനായി പബ്ലിക് സർവന്റ് കണ്ടക്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി. സോഷ്യൽ മീഡിയ അക്കൌണ്ട് തുടങ്ങുന്നതിന് മുൻപ് അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങണം. ഔദ്യോഗിക മൊബൈൽ നമ്പറോ ഇമെയിലോ വ്യക്തിഗത അക്കൌണ്ടുകൾ തുടങ്ങാൻ ഉപയോഗിക്കരുത് എന്നതടക്കം കർശന നിർദ്ദേശങ്ങളാണ് ഭേദഗതിയിലുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ സമൂഹമാധ്യമ അക്കൌണ്ടുകളുടെ ദുരുപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് നിതീഷ് സർക്കാർ വാദം. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. YS അഭിനന്ദ്, ഈ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ അല്ലെങ്കിൽ ഉപയോഗം, അതിന്റെ നിയന്ത്രണം ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? അത് എത്രത്തോളം കർശനമാക്കും? അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കും? സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ സമൂഹ മാധ്യമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബീഹാർ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിതീഷ് കുമാർ മന്ത്രിസഭ ഇന്ന് ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗത്തിനകത്ത് ഇത്തരത്തിൽ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. ഇതിന് നിയമസഭാ സമ്മേളനത്തിലടക്കം ഇത് കൊണ്ടുവന്ന് പബ്ലിക് സർവന്റ് കോണ്ടക്ട് നിയമ ഭേദഗതി നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ സ്ഥാപനങ്ങളിലെ വീഡിയോ അടക്കം ചിത്രീകരിച്ച് അത് ദുരുപയോഗം ചെയ്യുന്നു. ചില സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ നില മറന്നുകൊണ്ടുള്ള സമീപനം അത് സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും സമൂഹ മാധ്യമ ഹാൻഡിലുകൾ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള അധികൃതരിൽ നിന്ന് അനുമതി തേടിയിരിക്കണം. ഒപ്പം തന്നെ ഔദ്യോഗിക ഫോൺ നമ്പരോ ഇമെയിലോ അടക്കം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അത് പൂർണ്ണമായും അത് ഉദ്യോഗസ്ഥർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒരു പ്രത്യേക മേൽനോട്ട സമിതി അടക്കം രൂപീകരിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ സമൂഹ മാധ്യമ ഉപയോഗം അത് അങ്ങേയറ്റം മോശമായ രീതിയിലാണ് നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്നത്. അത് നിയന്ത്രിക്കാനാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് കടക്കുന്നതെന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തത്. അടുത്ത മാസം മുതൽ അത് പ്രാബല്യത്തിൽ വരും എന്നുമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.